ജ്യോതിഷപ്രകാരം മേടക്കൂറിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് ഭരണി. ശുക്രനാണ് ഇതിന്റെ നക്ഷത്രാധിപൻ, ദേവത യമനും. ആകർഷകമായ വ്യക്തിത്വവും സാഹസികതയും നിറഞ്ഞ ഇവർ സ്വതന്ത്ര ചിന്താഗതിക്കാരും കർമ്മനിരതരുമാണ്. രാശി മേടം. രാശ്യാധിപൻ ചൊവ്വ, നക്ഷത്രാധിപൻ ശുക്രൻ, ദേവത യമധർമ്മരാജൻ, ഗണം മനുഷ്യഗണം, മൃഗം ആന. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ശിവൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഭദ്രകാളീദേവി, മഹാലക്ഷ്മി എന്നീ മൂർത്തികളെയാണ് പ്രധാനമായും ആരാധിക്കേണ്ടത്. നക്ഷത്രാധിപനായ ശുക്രന്റെയും ദേവതയായ യമന്റെയും സ്വാധീനം സമനിലയിലാക്കാൻ ഈ ആരാധനകൾ സഹായിക്കും. ഭരണി നക്ഷത്രക്കാർ ദർശനം നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജന്മനക്ഷത്ര ക്ഷേത്രങ്ങൾ: തൃക്കടവൂർ മഹാദേവർ ക്ഷേത്രം, കൊല്ലം, കേരളം. ഭരണി നക്ഷത്രക്കാരുടെ കേരളത്തിലെ പ്രധാന ജന്മനക്ഷത്ര ക്ഷേത്രമായി കണക്കാക്കുന്നത് തൃക്കടവൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തെയാണ്. നല്ലടൈ അഗ്നീശ്വരർ ക്ഷേത്രം, തമിഴ്നാട്. ഭരണി നക്ഷത്രത്തിന്റെ അധിപനായ ഭരണിനാഥർ എന്ന പേരിൽ ശിവൻ കുടികൊള്ളുന്ന തമിഴ്നാട്ടിലെ പ്രധാന നക്ഷത്രക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശിവനെ വണങ്ങുന്നത് ദോഷനിവാരണത്തിന് ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം, തൃശൂർ. പ്രാധാന്യം: ഭരണി നക്ഷത്രക്കാരുടെ അമ്മയായി കണക്കാക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ അമ്മ ഭദ്രകാളി ഭാവത്തിലാണ് ഇവിടെയുള്ളത്. കുംഭമീനമാസങ്ങളിലെ ഭരണി ഉത്സവം ഇവിടെ വളരെ പ്രശസ്തമാണ്. വഴിപാട്: ശത്രുദോഷം മാറാൻ രക്തപുഷ്പാഞ്ജലി, കോഴിക്കല്ല് മൂടൽ, തുലാഭാരം എന്നിവ പ്രധാനമാണ്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം, എറണാകുളം. പ്രാധാന്യം: ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇവിടെ ഭജനമിരിക്കുന്നത് ഉത്തമമാണ്. വഴിപാട്: കീഴുകാവ് ഭദ്രകാളിക്ക് ഗുരുതി തർപ്പണം കഴിക്കുന്നത് ഭയവും ദൃഷ്ടിദോഷവും മാറ്റും. പ്രധാന മൂർത്തികളും ആരാധനാരീതികളും: ശിവൻ. ഭരണി നക്ഷത്രത്തിന്റെ ദേവനായ യമധർമ്മരാജനെ നിയന്ത്രിക്കുന്ന മൂർത്തിയാണ് ശിവൻ അഥവാ മൃത്യുഞ്ജയൻ. ജന്മനക്ഷത്ര ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പിൻവിളക്ക്, ധാര എന്നിവ വഴിപാടായി കഴിക്കുന്നതും ദോഷങ്ങൾ അകറ്റും. ധർമ്മശാസ്താവ് അയ്യപ്പൻ. ശനിദോഷ നിവാരണത്തിനും യമഭയത്തിൽ നിന്ന് മുക്തി നേടാനും ശാസ്താഭജനം ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ അയ്യപ്പന് നീരാഞ്ജനം കത്തിക്കുന്നത് ഗുണം ചെയ്യും. മഹാലക്ഷ്മി. ശുക്രന്റെ ദോഷങ്ങൾ മാറാനും സർവ്വ ഈശ്വര്യങ്ങൾക്കും ദേവി ആരാധന നല്ലതാണ്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം നടത്താം. ഭരണി നക്ഷത്രത്തിന്റെ അധിപദേവനായ യമധർമ്മരാജനെ പ്രീതിപ്പെടുത്താൻ ഈ മന്ത്രം ദിവസവും രാവിലെ 9 അല്ലെങ്കിൽ 21 തവണ ജപിക്കുക. ഇത് ഭയവും ആയുർദോഷങ്ങളും അകറ്റാൻ സഹായിക്കും. ഓം കൃഷ്ണവർണായ വിദ്മഹേ ദണ്ഡഹസ്തായ ധീമഹി തന്നോ യമഃ പ്രചോദയാത്. അർത്ഥം: കറുത്ത നിറമുള്ളവനും കൈകളിൽ ദണ്ഡേന്തിയവനുമായ യമദേവനെ ഞാൻ ധ്യാനിക്കുന്നു. ആ ധർമ്മരാജൻ എന്നെ അനുഗ്രഹിക്കട്ടെ. മഹാമൃത്യുഞ്ജയ മന്ത്രം. യമദേവന്റെ കോപത്തിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ശിവന്റെ ഈ മന്ത്രം ദിവസവും 11 തവണ ജപിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്ക് അതീവ ശ്രേഷ്ഠമാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാമൃതാത്.